ഹരേ രാമ ഹരേ കൃഷ്ണ. അപ്രതീക്ഷിത ഗുണാനുഭവങ്ങൾ അടുത്ത 7 നാൾ ഈ രാശിക്കാർക്ക് വന്നുചേരും. ജൂലൈ മാസത്തിന്റെ അവസാന ആഴ്ചയിലേക്ക് നാം കടന്നിരിക്കുകയാണ്. ജ്യോതിഷപരമായി ഈ ആഴ്ച വളരെ വിശേഷപ്പെട്ട ആഴ്ച തന്നെയാണ്. നിരവധി ശുഭദിനങ്ങളും ഈ ആഴ്ച വന്നുചേരുന്നുണ്ട്. ഗ്രഹനിലപ്രകാരം ഈ ആഴ്ചയിലെ ചില നക്ഷത്ര ജാതകർക്ക് നിങ്ങളുടെ ജീവിതത്തിലെ സകല സൗഭാഗ്യങ്ങളും വന്നുചേരും. ഈ നാളുകാർക്ക് ഭാഗ്യത്തിന്റെ പിന്തുണ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നിരവധി നേട്ടങ്ങളും സമ്മാനിക്കുകയായി. എല്ലാ വെല്ലുവിളികളെയും നിങ്ങളുടെ ജീവിതത്തിൽ വിജയത്തോടെ നേരിടുകയും നിങ്ങൾക്ക് മുന്നേറുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. അടുത്ത 7 നാൾ ഭാഗ്യം കനിയുന്ന രാശിക്കാർ ഇവരാണ്. 2024 ജൂലൈ 21 മുതൽ ജൂലൈ 27 വരെയുള്ള, അതായത് 1199 കർക്കിടകം 6 മുതൽ കർക്കിടകം 12 വരെയുള്ള ചന്ദ്രരാശി പൊതുഫലമാണ്. ആദ്യം മേടം രാശിക്കാരാണ്. അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. ഈ ആഴ്ചയിൽ മേടം രാശിക്കാർക്ക് തൊഴിൽ മേഖലയിൽ നിലനിന്നിരുന്ന എല്ലാവിധ അപവാദങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കും അവസാനമാകുകയും നിങ്ങളുടെ യഥാർത്ഥ പ്രതിഭയും കഴിവും പ്രകടിപ്പിക്കുവാനും അതിനുള്ള അവസരം വന്നെത്തുകയും അതിനുള്ള അംഗീകാരം നിങ്ങൾക്ക് ലഭിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ തുറന്നുവരും. നിങ്ങളുടെ മേലധികാരിയുമായും സഹപ്രവർത്തകരുമായും നിലനിന്നിരുന്ന എല്ലാവിധ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും ശാശ്വതമായ പരിഹാരം കണ്ടെത്തുവാനും സൗഹാർദ്ദപരമായ പരസ്പര ധാരണയിലെത്തുവാനും സാധിക്കുന്നതാണ്. തൊഴിൽ രഹിതരായ ആളുകൾക്ക് നിങ്ങളുടെ യോഗ്യതയ്ക്കും കഴിവിനും അഭിരുചിക്കും യോജിച്ച തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഈ ആഴ്ചയിൽ മേടം രാശിക്കാരുടെ ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹവും ഐക്യവും വർദ്ധിക്കുകയും സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടുകയും ചെയ്യും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിറയുന്നതാണ്. ദൂരെയുള്ള കുടുംബാംഗങ്ങൾ ഒത്തുചേരുന്നതിനും അതുപോലെ ആഘോഷങ്ങളോ തീർത്ഥാടനങ്ങളോ ഉല്ലാസ യാത്രകളോ ഈ കാലയളവിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ അന്യ സ്ത്രീകളുമായുള്ള ഇടപെടലിൽ അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണ്. അല്ലാത്ത പക്ഷം അനാവശ്യമായ കുറ്റാരോപണങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഇടവരുത്തും. അവിഹിത സ്വകാര്യതകൾ ഈ ആഴ്ചയിൽ ഒഴിവാക്കുന്നതാണ് ഉത്തമം. മാർക്കറ്റിംഗ്, വാഹന മേഖലകളിൽ ബിസിനസ് നടത്തുന്ന ആളുകൾക്ക് വിറ്റുവരവ് വർദ്ധിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. കുടുംബത്തിലേക്ക് പുതിയ ഒരു അംഗം കടന്നു വരുവാനുള്ള സാധ്യതയും ഈ ആഴ്ചയിൽ വന്നുചേരും. പൂർവിക സ്വത്തായ അമൂല്യ വസ്തുക്കൾ ലഭിക്കുന്നതിനുള്ള ഭാഗ്യവും നിങ്ങളെ തേടിയെത്തുന്നതാണ്. എന്നാൽ മദ്യം, മറ്റ് ലഹരി വസ്തുക്കൾ എന്നിവയുടെ ഉപയോഗത്തിൽ അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം ഹൃദയ സംബന്ധമായോ ശ്വാസകോശ സംബന്ധമായോ ഉള്ള അസുഖങ്ങൾക്ക് ഈ ആഴ്ച മൂർച്ഛിക്കുവാനും അതുവഴി വലിയ കഷ്ടനഷ്ടങ്ങൾക്ക് കാരണമാകുവാനും ഇടവരുന്നതാണ്. മേടക്കൂറിലുള്ള അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർ യഥാക്രമം ബുധൻ, ചൊവ്വ, ഞായർ ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നതും വഴിപാടുകൾ കഴിപ്പിക്കുന്നതും വളരെയധികം ഉത്തമമായിരിക്കും. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി. ഈ ആഴ്ചയുടെ തുടക്കത്തിൽ ഇടവ രാശിക്കാരിൽ മാനസികമോ ശാരീരികമോ ആയ അസ്വസ്ഥതകൾ അനുഭവപ്പെടുവാൻ ഇടവരും. നിങ്ങളുടെ കൂട്ടുകെട്ടുകളിൽ നിന്നോ പങ്കാളിത്ത കച്ചവടത്തിൽ നിന്നോ അപ്രതീക്ഷിതമായ സാമ്പത്തിക നഷ്ടങ്ങളോ അപഖ്യാതികരമായ സാഹചര്യങ്ങളോ ഉണ്ടാകുവാനുള്ള സാഹചര്യം വളരെ വലുതാണ്. എന്നിരുന്നാലും ആഴ്ച പുരോഗമിക്കുന്നതിനനുസരിച്ച് പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുവാൻ കഴിയും. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഇടവം രാശിക്കാർക്ക് ഈ ആഴ്ചയിൽ അംഗീകാരവും പ്രശസ്തിയും ലഭിക്കുവാനുള്ള സാധ്യതകൾ വളരെ ഏറെയാണ്. കുടുംബപരമായ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും അവയിൽ വിജയം കൈവരിക്കുന്നതിനും അനുകൂലമായ സമയമാണിത്. മാതാപിതാക്കളോടും ബന്ധുക്കളോടുമുള്ള സമീപനത്തിൽ കൂടുതൽ പക്വതയും വിവേകവും ഈ വാരത്തിൽ കാണിക്കുവാൻ സാധ്യതയുണ്ട്. അവരോടുള്ള ആദരവ് പ്രകടിപ്പിക്കുന്നത് വ്യക്തി ജീവിതത്തിലും തൊഴിൽ മേഖലയിലും വലിയ ഉയർച്ചയ്ക്ക് കാരണമാകുന്നതാണ്. ഈ ആഴ്ചയിൽ വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന മേഖലയുമായി ബന്ധപ്പെട്ട് വിദേശത്ത്
മികച്ച തൊഴിലവസരങ്ങൾ ലഭിക്കുവാൻ ഇടവരും. കുടുംബത്തിലെ അടുത്ത ബന്ധുക്കളുടെ വിവാഹം പോലുള്ള ശുഭകാര്യങ്ങൾക്ക് മുൻകൈ എടുക്കുവാനും അവയ്ക്ക് നേതൃത്വം നൽകുന്നതിനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതാണ്. പ്രണയബന്ധത്തിലുള്ളവർക്ക് കുടുംബക്കാരുടെ അനുഗ്രഹത്തോടെ വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയും. സാമ്പത്തികമായി ഉണ്ടായിരുന്ന ചില അനിശ്ചിതത്വങ്ങൾക്കും ഈ ആഴ്ച അറുതി വരുന്നതാണ്. വരവും ചെലവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ കൈവരിക്കുവാനും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇടവക്കൂറിൽപ്പെടുന്ന കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാർ യഥാക്രമം ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നതും വഴിപാടുകൾ സമർപ്പിക്കുന്നതും ഉത്തമമായിരിക്കും. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ. മിഥുനം രാശിക്കാർക്ക് ഈ ആഴ്ച വളരെയധികം വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കും. ശാരീരികവും മാനസികവുമായ അസ്വസ്ഥതകൾ അനുഭവപ്പെടുവാൻ സാധ്യത വളരെ അധികമുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ, ക്ഷീണം, അസുഖങ്ങൾ എന്നിവ ഉണ്ടാകാം. അനാവശ്യമായ കൂട്ടുകെട്ടുകൾ കാരണമോ പ്രതികൂല സാഹചര്യങ്ങൾ കാരണമോ ദുഷ്ടചിന്തകൾ മനസ്സിന് വരുവാനും ദുഷ്ടപ്രവൃത്തികൾ ഏർപ്പെടുവാനുമുള്ള അവസരങ്ങൾ മുന്നിൽ വരികയും ചെയ്യുന്നത് തരണം ചെയ്യേണ്ടതാകുന്നു. ശത്രുക്കളിൽ നിന്നുള്ള പ്രതികൂല പ്രവർത്തനങ്ങൾ, നിയമപരമായ തർക്കങ്ങളിലെ പ്രതികൂല വിധികൾ എന്നിവയും ഈ സമയത്ത് സംഭവിക്കാം. എന്തു വില കൊടുത്തും തർക്കങ്ങളും വഴക്കുകളുമൊക്കെ ഈ വാരത്തിൽ ഒഴിവാക്കിയാൽ നന്നായിരിക്കും. അഭിഭാഷകർ, അധ്യാപകർ, എഴുത്തുകാർ, പ്രഭാഷകർ തുടങ്ങിയ വാക് സാമർഥ്യം പ്രധാനമായും ഉപയോഗിക്കുന്ന തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന മിഥുനം രാശിക്കാർക്ക് ഈ കാലയളവ് വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കും. പരിശ്രമത്തിനനുസരിച്ചുള്ള ഫലം ലഭിക്കുന്നതിനുള്ള കാലം ആയിരിക്കില്ല. പുതിയ സംരംഭങ്ങളിൽ തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും നേരിടേണ്ടി വന്നേക്കാം. സർക്കാർ വായ്പകളോ ആനുകൂല്യങ്ങളോ കൈപ്പറ്റിയിരിക്കുന്നവർക്ക് നിയമ നടപടികൾ നേരിടേണ്ടി വന്നേക്കാം. വീടിൻ്റെ വായ്പയുമായി ബന്ധപ്പെട്ട് ജപ്തി ഭീഷണി പോലും ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക ക്രമക്കേടുകളിൽ ഏർപ്പെടുന്നത് ജയിൽവാസം പോലുള്ള ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കും. നേരിട്ടല്ലാത്ത പരോക്ഷമായി പോലും സാമ്പത്തികമായി സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ ആഴ്ചയിൽ ഒഴിവാക്കിയാൽ നന്നായിരിക്കും. എന്നിരുന്നാലും വാരാന്ത്യത്തോടെ ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ ഒരു പരിധിവരെ ആശ്വാസം ലഭിക്കുവാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നേരിട്ട പ്രതിസന്ധികളിൽ നിന്ന് കരകയറുവാനും മുന്നോട്ട് പോകുവാനുള്ള കഴിവ് വീണ്ടെടുക്കുവാനും കഴിയും. ഈ പ്രയാസകരമായ സമയത്തെ ഒരു പാഠമായി കണ്ട് ഭാവിയിൽ സമാനമായ പ്രതിസന്ധികളെ കൂടുതൽ കാര്യക്ഷമമായി നേരിടാനുള്ള കഴിവ് വികസിപ്പിക്കുവാൻ ശ്രമിക്കുക. മിഥുനക്കൂറിൽ ഉൾപ്പെടുന്ന മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാർ യഥാക്രമം ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തുകയും തങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ സമർപ്പിക്കുന്നതും വളരെയധികം ഗുണകരമായിരിക്കും. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർദം അവസാന മുക്കാൽ ഭാഗം, പൂയം, ആയില്യം. ഈ ആഴ്ച കർക്കിടക രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. വ്യക്തിപരമായും തൊഴിൽപരമായും വൈവിധ്യമാർന്ന ഫലങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ആഹാരക്രമത്തിൽ സംതൃപ്തിയും ആരോഗ്യസ്ഥിതിയിൽ മെച്ചപ്പെടലും അനുഭവപ്പെടുമെങ്കിലും ചില സന്ദർഭങ്ങളിൽ മാനസിക സമ്മർദ്ദവും ആരോഗ്യപരമായ ചില വെല്ലുവിളികളും നിങ്ങൾക്ക് നേരിടേണ്ടി വരും. ചില കർക്കിടക രാശിക്കാർക്ക് പൊതുജന ശ്രദ്ധ നേടുവാനും അംഗീകാരം നേടുവാനുമുള്ള വലിയ അവസരങ്ങൾ ലഭിക്കുന്നതാണ്. ബിസിനസ്സിൽ പുതിയ സാധ്യതകൾ തുറക്കപ്പെടുകയും അവയിൽ വിജയം കൈവരിക്കുവാനുമുള്ള സാധ്യതയുണ്ട്. വാഹനങ്ങൾ വഴി സുപ്രധാന നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. പുതിയ വാഹനം സ്വന്തമാക്കുവാനുള്ള സാധ്യതയും തള്ളിക്കളയുവാനാവില്ല. ദീർഘകാലമായി ഉറക്കക്കുറവ് അനുഭവിച്ചിരുന്ന ആളുകൾക്ക് ഉറക്കത്തിൻ്റെ ഗുണനിലവാരത്തിൽ ഗണ്യമായ പുരോഗതി അനുഭവപ്പെടും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവരുടെ സ്വാധീനവും പ്രശസ്തിയും വളരെയധികം വർദ്ധിക്കും. എന്നിരുന്നാലും കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, അയൽക്കാർ എന്നിവരുമായുള്ള ബന്ധങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഉടലെടുക്കുവാനുള്ള സാധ്യതയുണ്ട്. ഇത് അപമാനത്തിനും സൽപ്പേരിനും കളങ്കം വരുത്തുന്നതിനും ഇടയാക്കുന്നതാണ്. നിങ്ങളുടെ ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ മൂലം പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള നിങ്ങളുടെ ഉദ്ദേശം ചില സന്ദർഭങ്ങളിൽ പ്രതികൂല ഫലങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കുന്നതാണ്. എന്നിരുന്നാലും ആഴ്ചയുടെ അവസാനത്തോടെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നതാണ്.
സാമ്പത്തിക സ്ഥിതിയിൽ പുരോഗതിയും ബിസിനസ്സിൽ വളർച്ചയും പ്രതീക്ഷിക്കാം. ഈ സമയത്ത് സാമ്പത്തിക കാര്യങ്ങളിൽ വിവേകപൂർണമായ തീരുമാനങ്ങൾ എടുക്കുന്നത് ഭാവി സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ സഹായിക്കുന്നതാണ്. കർക്കിടക രാശിയിൽ ഉൾപ്പെടുന്ന പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാർ യഥാക്രമം വ്യാഴാഴ്ച, വെള്ളിയാഴ്ച, ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നതും വഴിപാടുകൾ സമർപ്പിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. ഈ ആഴ്ച ചിങ്ങ രാശിക്കാർക്ക് വ്യക്തിപരമായ വളർച്ചയ്ക്കും ആത്മീയ ഉന്നമനത്തിനും അനുകൂലമായ സാഹചര്യങ്ങൾ സംജാതമാകും. ചിലർക്ക് അനുഭൂതി ഉണർത്തുന്ന ചില ആത്മീയ തിരിച്ചറിവുകൾ ഉണ്ടാകുന്നതാണ്. ദീർഘകാലമായി നിലനിന്നിരുന്ന ശത്രുത അവസാനിക്കുവാനും നിയമപരമായ തർക്കങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ രൂപപ്പെടുകയും അത്തരം സുഹൃത്തുക്കൾ വഴി ഭാവിയിൽ നല്ല ഫലകാര്യങ്ങൾ, ജീവിതത്തിൽ ആരോഗ്യം, സമൃദ്ധി, ഭാഗ്യം എന്നിവ വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്. സാമ്പത്തികപരമായി ലാഭകരമായ സംരംഭങ്ങളിൽ ഏർപ്പെടുവാനും വിജയം കൈവരിക്കുവാനും അനുകൂലമായ സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. ചിങ്ങ രാശിക്കാർക്ക് ദാമ്പത്യ ജീവിതത്തിൽ പരസ്പര ധാരണയും സ്നേഹവും വർദ്ധിക്കുന്നതായി അനുഭവപ്പെടും. അപ്രതീക്ഷിതമായ പുതിയ അവസരങ്ങളും ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കേണ്ടി വന്നേക്കാം. കുടുംബാംഗങ്ങളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും മുൻപെങ്ങും ഇല്ലാത്ത വിധം പിന്തുണയും സഹായവും ലഭിക്കുന്നതാണ്. സാമൂഹിക അംഗീകാരവും പ്രശസ്തിയും വർദ്ധിക്കുകയും അതുവഴി സമ്മാനങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകുവാൻ ഇടയുണ്ട്. മാനസിക സമ്മർദ്ദങ്ങൾ കുറയുകയും ജീവിതത്തിൽ പുതിയ ലക്ഷ്യങ്ങൾ തിരിച്ചറിയുകയും ചെയ്തേക്കാം. കുടുംബത്തിലെ ശുഭകാര്യങ്ങളിൽ പങ്കെടുക്കുവാനും സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുവാനും അവസരം ലഭിക്കും. എന്നിരുന്നാലും ആഴ്ചയുടെ അവസാനത്തോടടുക്കുമ്പോൾ ശത്രുക്കളുടെ പ്രവർത്തനങ്ങളിൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ശത്രുക്കളോട് നേരിട്ട് പ്രതികരിക്കാതെ ബുദ്ധിപരമായ ക്ഷമയോടുകൂടി അവസരം കാത്തിരുന്ന് തന്ത്രപരമായി നേരിട്ട് വേണം വിജയിക്കേണ്ടത്. അപ്രതീക്ഷിതമായ പ്രതിസന്ധികളെ നേരിടാൻ മാനസികമായി സജ്ജരായിരിക്കുക. ചിങ്ങരാശിയിൽ ഉൾപ്പെടുന്ന മകം, പൂരം, ഉത്രം നക്ഷത്രക്കാർ യഥാക്രമം ബുധൻ, ചൊവ്വ, ഞായർ ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നതും വഴിപാടുകൾ കഴിപ്പിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി. ഈ ആഴ്ചയുടെ ആരംഭത്തിൽ കന്നി രാശിക്കാരിലായ ചില ആളുകൾക്ക് മാനസിക വെല്ലുവിളികൾ തോന്നിയേക്കാം. അകാരണമായ ഭയം, അസ്വസ്ഥത ഒക്കെ നിങ്ങൾക്കുണ്ടാകുന്നതാണ്. അത്തരം തോന്നലുകളെ വർദ്ധിപ്പിക്കുന്ന തരത്തിൽ പ്രധാനപ്പെട്ട രേഖകളുടെ നഷ്ടം പോലുള്ള സംഭവങ്ങൾ മാനസിക സമ്മർദ്ദത്തിന് കാരണമാകുമെങ്കിലും ആഴ്ചയുടെ മധ്യത്തോടെ ഇവ തിരികെ ലഭിക്കുന്നതിനും സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നതിനും സാധ്യതയുണ്ട്. കന്നി രാശിക്കാർക്ക് യാത്രകൾ വർദ്ധിക്കുന്ന ഈ സമയത്ത് വാഹനം ഓടിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തേണ്ടത് അനിവാര്യമാണ്. വളരെ നിസ്സാരമായ അശ്രദ്ധ മൂലം വലിയ അപകടങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യതയെ കുറച്ചു കാണരുത്. ആഴ്ചയുടെ മധ്യത്തോടെ വളരെ കാലമായി കാണാതിരുന്ന സുഹൃത്തുക്കളുമായി സമാഗമം ഉണ്ടാകുവാനും അവരുമായി സമയം പങ്കിടുവാനും അവസരം ലഭിക്കും. ചിലർക്ക് അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങളും ഈ കാലയളവിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങളുടെ ശത്രുക്കൾ സുഹൃത്തുക്കളായി പരിണമിക്കുന്നത് പോലുള്ള അപ്രതീക്ഷിത സംഭവ വികാസങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തേണ്ടത് വളരെയധികം അത്യന്താപേക്ഷിതമാണ്. ശത്രുതാ മനോഭാവം മറന്ന് അടുത്തു കൂടുന്ന എല്ലാവരും സുഹൃത്തുക്കളായി കൊള്ളണം എന്നില്ല. കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും നിലനിൽക്കും. അവിവാഹിതരായ വ്യക്തികൾക്ക് വിവാഹാലോചനകൾ വരികയും അനുയോജ്യമായ ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനുള്ള സാധ്യതയും ഈ ആഴ്ച വന്നു ചേരുന്നതാണ്. വാഹനം, സാമ്പത്തിക അഭിവൃദ്ധി, ബിസിനസ് വിജയം, മനസമാധാനം എന്നിവ ഈ ആഴ്ചയുടെ വളരെയധികം സവിശേഷതകളാണ്. പരിശ്രമിച്ചാൽ ശത്രുക്കളുടെ മേൽ നിഷ്പ്രയാസം വിജയം കൈവരിക്കുവാനും നിങ്ങൾക്ക് കഴിയുന്നതാണ്. സ്വത്തുക്കളുടെ വിഭജനം സംബന്ധിച്ച തർക്കങ്ങൾ സൗഹാർദ്ദപരമായി പരിഹരിക്കപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. കന്നി രാശിയിൽ ഉൾപ്പെടുന്ന ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർ യഥാക്രമം ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തുകയും കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യ മുക്കാൽ. ഈ ആഴ്ചയുടെ തുടക്കത്തിൽ തുലാ രാശിക്കാരുടെ കുടുംബത്തിലെ ചില അംഗങ്ങൾക്ക് ശാരീരികമോ മാനസികമോ സാമ്പത്തികമോ ആയ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നേക്കാം.
എന്നിരുന്നാലും വാരത്തിന്റെ മധ്യത്തോടെ ഈ പ്രതിസന്ധികൾക്ക് അയവ് വരികയും കാര്യങ്ങൾ മൊത്തത്തിൽ അനുകൂലമായി മാറുകയും ചെയ്യും. യാത്രകൾക്കുള്ള അവസരങ്ങൾ വർദ്ധിക്കുന്നതാണ് ഈ വാരത്തിന്റെ മറ്റൊരു സവിശേഷത. ആഴ്ചയുടെ അവസാനത്തോടടുക്കുമ്പോൾ രോഗശമനം, ദാമ്പത്യ ഐക്യം, നിങ്ങളുടെ ശത്രുക്കളുടെ മേൽ വിജയം പോലുള്ള തൊഴിൽ മേഖലയിലെ വിജയം എന്നിവ പോലുള്ള ശുഭകരമായ സന്തോഷകാര്യങ്ങൾക്ക് സാധ്യതയുണ്ട്. പോലീസ്, പട്ടാളം, മറ്റ് സൈനിക വിഭാഗങ്ങൾ എന്നിവയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അംഗീകാരവും പ്രശസ്തിയും ലഭിക്കും. വളരെ കാലമായി കൊണ്ടു നടന്നിരുന്ന സ്വന്തം വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാനുള്ള വഴികളും ഈ ആഴ്ചയിൽ തുലാം രാശിക്കാർക്ക് തെളിയുന്നതാണ്. എന്നാൽ ബാങ്ക് ഇടപാടുകൾ, നിക്ഷേപങ്ങൾ തുടങ്ങിയ സാമ്പത്തിക ഇടപാടുകളിൽ ഏർപ്പെടുമ്പോൾ അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അപ്രതീക്ഷിതമായ ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും സഹായവും പിന്തുണയും ലഭിക്കുന്നതാണ്. വാരാന്ത്യത്തോടടുക്കുമ്പോൾ ഉറക്കത്തിന്റെ ഗുണനിലവാരം, ഭക്ഷണക്രമം എന്നിവ മെച്ചപ്പെടുകയും സാമൂഹിക ജീവിതത്തിൽ അംഗീകാരവും ബഹുമാനം വർദ്ധിക്കുകയും ചെയ്യും. കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ടി ചികിത്സ തേടുന്ന മാതാപിതാക്കൾക്ക് പ്രതീക്ഷ നൽകുന്ന ഫലങ്ങൾ ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ ജാതകത്തിൽ ശനിയുടെ സ്ഥാനം പ്രതികൂലമാണെങ്കിൽ ചില വിദ്യാഭ്യാസ തടസ്സങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. തുലാം രാശിയിൽ ഉൾപ്പെടുന്ന ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർ യഥാക്രമം ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നതും നിങ്ങളാൽ കഴിയുന്ന വിധത്തിൽ വഴിപാടുകൾ കഴിപ്പിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട. വൃശ്ചിക രാശിക്കാർക്ക് വാരത്തിന്റെ തുടക്കത്തിൽ സഹോദരങ്ങളിൽ നിന്നും അനുബന്ധ കുടുംബാംഗങ്ങളിൽ നിന്നും വളരെ ഗുണപരമായ പിന്തുണയും സഹകരണവും ലഭിക്കുന്നതാണ്. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിറഞ്ഞ അന്തരീക്ഷം വിളയാടും. വളരെ കാലമായി തീർപ്പ് കൽപ്പിക്കാതെ കിടന്നിരുന്ന സ്വത്തു തർക്കങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതാണ്. ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുന്നത് എല്ലാ മേഖലയിലും വിജയം കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. എന്നാൽ വാരത്തിന്റെ തുടക്കത്തിൽ അനുഭവപ്പെട്ടിരുന്ന ആരോഗ്യ പുരോഗതി മധ്യത്തോടെ ഉറക്കക്കുറവ്, മാനസിക വിഷമം എന്നിവയ്ക്ക് വഴിമാറിയേക്കാം. ജീവിത പങ്കാളിയോടുള്ള അനാവശ്യ സംശയങ്ങൾക്കും വഴക്കുകൾക്കും അസ്വാരസ്യങ്ങൾക്കും കാരണമായേക്കാം. ഇതിനു പുറമെ മക്കളുമായുള്ള ബന്ധത്തിലും അസ്വാരസ്യങ്ങൾ ഉടലെടുക്കുവാൻ സാധ്യതയുണ്ട്. വൃശ്ചിക രാശിക്കാർ ഈ വാരത്തിൽ ഉറക്കത്തിൽ ദുസ്വപ്നങ്ങൾ കാണുക, ഭക്ഷണത്തിൽ താല്പര്യക്കുറവ് അനുഭവപ്പെടുക തുടങ്ങിയ സംഭവിക്കാം. ഉദര സംബന്ധമായ അസുഖങ്ങൾ, ഛർദി, അതിസാരം എന്നിവയ്ക്കും സാധ്യതയുണ്ട്. അകാരണമായ ഭയവും ഉത്കണ്ഠയും മനസ്സിനെ അലട്ടിയേക്കും. കർശനമായതും ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധ വയ്ക്കേണ്ടതാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, തൊഴിൽ മേഖലയിലെ തിരിച്ചടികൾ എന്നിവയും ഈ ആഴ്ചയിൽ താൽക്കാലികമായി നേരിടേണ്ടി വന്നേക്കാം. കുടുംബത്തിലെ അടുത്ത ബന്ധുവിൻ്റെ വേർപാട് വലിയ വൈകാരിക പ്രയാസങ്ങൾ സൃഷ്ടിച്ചേക്കും. എന്നിരുന്നാലും വാരാന്ത്യത്തോടെ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതി, പുതിയ തൊഴിലവസരങ്ങൾ എന്നിവ പ്രതീക്ഷിക്കാം. ഈ പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ള മനക്കരുത്ത് നേടിയെടുക്കുകയും ഭാവിയിലേക്ക് കൂടുതൽ ശുഭാപ്തി വിശ്വാസത്തോടെ നോക്കിക്കാണുകയും ചെയ്യുക. വൃശ്ചിക രാശിയിൽ ഉൾപ്പെടുന്ന വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർ യഥാക്രമം വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തുകയും തങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ സമർപ്പിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന എല്ലാവിധ കഷ്ടപ്പാടുകളും മാറി വളരെയധികം സൗഭാഗ്യം വന്നു ചേരുവാൻ ഉത്തമമായിരിക്കും. അടുത്തത് ധനു രാശിക്കാരാണ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം. ധനു രാശിക്കാർക്ക് ഈ ആഴ്ച കുടുംബാംഗങ്ങളുമായും ബന്ധുക്കളുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കുവാൻ സാധ്യതയുണ്ട്. കഴിയുന്നതും തർക്കങ്ങൾ ഒഴിവാക്കുകയോ ഒഴിഞ്ഞു മാറുകയോ ചെയ്യുക. മറ്റുള്ളവരിൽ അമിതമായി വിശ്വസിക്കുന്നത് പ്രതികൂല ഫലങ്ങൾ സമ്മാനിക്കും. കലാകാരന്മാർ അവരുടെ മേഖലയിൽ ശത്രുക്കളുടെ സാന്നിധ്യം വർദ്ധിക്കുന്നതായി അനുഭവപ്പെടും. മാനസികമായും ശാരീരികമായും വെല്ലുവിളികൾ സജ്ജമായിരിക്കേണ്ട കാലഘട്ടമാണ് വന്നെത്തിയിരിക്കുന്നത്. സ്വന്തം ആശയങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത് ചില സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് പ്രതികൂലമായി സംഭവിക്കാം. ചിലപ്പോൾ ആശയമോഷണം വരെ പ്രതീക്ഷിക്കാവുന്നതാണ്. മാതാവിനോ മാതൃബന്ധുക്കൾക്കോ ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റ് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നേക്കാം. എന്നാൽ കൃഷി, കന്നുകാലി വളർത്തൽ, മറ്റ് അനുബന്ധ മേഖലകളിൽ ബിസിനസ് നടത്തുന്ന ആളുകൾക്ക് ഗണ്യമായ ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. ജീവിത പങ്കാളിയുമായുള്ള ബന്ധത്തിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുക്കുവാനും പങ്കാളിക്ക് അമിതമായ സംശയം ഉണ്ടാകുവാനും ഇടയുണ്ട്.
ധനു രാശിക്കാർ മുൻകൈയെടുത്തു തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ശ്രമിക്കുക. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർ ഈ കാലയളവിൽ അസ്വസ്ഥത തോന്നിയാൽ ചികിത്സ തേടുന്നത് അത്യാവശ്യമാണ്. അല്ലാത്ത പക്ഷം മാനസിക സമ്മർദ്ദം മറ്റ് ശാരീരിക അസുഖങ്ങളായി മാറുന്നതാണ്. ചില സാഹചര്യങ്ങളിൽ കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വരുന്ന ഒരു സന്ദർഭമുണ്ടാകും. എന്നിരുന്നാലും മാനസികമായി ശക്തരായിരിക്കുക, ആത്മവിശ്വാസം നിലനിർത്തുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. നിർദോഷമായ രീതിയിൽ റോഡ് നിയമങ്ങൾ പാലിക്കുന്നതിൽ അലംഭാവം കാണിക്കുന്നത് പിഴ അടയ്ക്കേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് നയിച്ചേക്കാം. വാഹനം ഓടിക്കുമ്പോൾ അതീവ ജാഗ്രത പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ധനു രാശിയിൽ ഉൾപ്പെടുന്ന മൂലം പൂരാടം നക്ഷത്രക്കാരതാക്രമം ബുധൻ ചൊവ്വ ദിവസങ്ങളിൽ ആചാരാനുഷ്ഠാനങ്ങളോടെ ക്ഷേത്ര ദർശനം നടത്തുകയും വ്രതമനുഷ്ഠിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന എല്ലാവിധ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാറി വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ ഉത്തമമായിരിക്കും. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി. ഈ ആഴ്ച മകരം രാശിയിലെ കലാകാരന്മാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും അവരുടെ മേഖലയിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിക്കുവാനുള്ള അവസരങ്ങൾ വന്നുചേരും. വിവാദപരമായ വിഷയങ്ങളിൽ സംശയലേശമന്യേ നിങ്ങൾ സ്വീകരിക്കുന്ന സത്യസന്ധവും ധീരവുമായ നിലപാടുകൾ പൊതുജനങ്ങളുടെ അംഗീകാരവും പ്രശസ്തിയും നേടിയെടുക്കുന്നതാണ്. മുൻപ് നൽകിയ വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് നിറവേറ്റാൻ കഴിയുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും ജനങ്ങളുടെ വിശ്വസ്തത നേടുന്നതിനും സഹായകരമാണ്. സിനിമ, സീരിയൽ തുടങ്ങിയ കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അവാർഡുകളും അംഗീകാരങ്ങളും ലഭിക്കുവാനിടയുണ്ട്. ഭക്ഷണത്തിൽ സംതൃപ്തി, അനുയോജ്യമായ ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനുള്ള ഭാഗ്യം, മാനസിക സുഖം, സുഹൃത്ത് ബന്ധങ്ങൾ എന്നിവ ഈ കാലയളവിൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും വർദ്ധിപ്പിക്കുന്നതാണ്. ദീർഘകാലമായി രോഗദുരിതങ്ങളിൽ മറ്റു ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നവർക്ക് ആശ്വാസം ലഭിക്കുകയും ആരോഗ്യസ്ഥിതിയിൽ ഗണ്യമായ പുരോഗതി കൈവരിക്കുകയും ചെയ്യും. തൊഴിൽ മേഖലയിലെ പ്രതിസന്ധികൾക്ക് അയവ് വരികയും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും ചെയ്യുന്നത് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും തൊഴിൽ മേഖലയിലും കൂടുതൽ സന്തുലിതാവസ്ഥ കൈവരിക്കുവാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. സാഹിത്യകാരന്മാർക്ക് അവരുടെ സൃഷ്ടികൾ വായനക്കാരിലേക്ക് എത്തിക്കുവാനും അംഗീകാരം നേടുവാനുമുള്ള അവസരങ്ങൾ ലഭിക്കും. നിങ്ങളുടെ അസാധാരണമായ ചിന്താശേഷിയും സർഗ്ഗാത്മകതയും വിവിധ മേഖലകളിൽ ശ്രദ്ധിക്കപ്പെടും. ബിസിനസ്സിൽ പുതിയ സാധ്യതകൾ തുറക്കപ്പെടുകയും ഭാവിയിൽ അവ സാമ്പത്തിക നേട്ടങ്ങൾക്ക് കാരണമാക്കുകയും ചെയ്യുന്നതാണ്. ലഭിക്കുന്ന അവസരങ്ങൾ ഒന്നും തന്നെ പാഴാക്കരുത്. ജൂലൈ 22-23 തീയതികളിൽ യഥാക്രമം ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാരുടെ പിറന്നാളായതിനാൽ ആചാരാനുഷ്ഠാന പ്രകാരം വ്രതം അനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നതും വഴിപാടുകൾ കഴിപ്പിക്കുന്നതും വളരെയധികം ഉത്തമമായിരിക്കും. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടം അവസാന പകുതി, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ. ഈ ആഴ്ചയുടെ ആരംഭത്തിൽ കുംഭരാശിക്കാരുടെ വ്യക്തിപരമായ ഇടപെടലുകൾ, പ്രത്യേകിച്ച് സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള വളരെ വൈകാരിക പ്രയാസങ്ങൾ സൃഷ്ടിച്ചേക്കാം. അനാവശ്യമായ സഹവാസങ്ങൾ കുടുംബത്തിനുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വർദ്ധിപ്പിക്കുകയും ബന്ധങ്ങളെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. വിശ്വസ്തരാണെന്ന് കരുതിയവരിൽ നിന്നുള്ള ചില വഞ്ചനകൾ നിങ്ങൾക്ക് വൈകാരികമായി നിങ്ങളെ തളർത്തുന്നതാണ്. നിലവിലുള്ള രോഗാവസ്ഥകൾ വഷളാകുവാനും രോഗനിർണയം സങ്കീർണമാകുവാനും സാധ്യതയുണ്ട്. നിങ്ങളുടെ ആഡംബരത്തിനും ഭൗതിക സുഖങ്ങൾക്കും വേണ്ടി അമിതമായ ചെലവുകൾ സാമ്പത്തിക അസ്ഥിരതയെ അപകടപ്പെടുത്തും. ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ കഴിയാതെ വരുന്നത് മാനസിക പിരിമുറുക്കത്തിനും ഒറ്റപ്പെടലിനും കാരണമാകുന്നതാണ്. എന്നിരുന്നാലും ആഴ്ചയുടെ മധ്യത്തോടെ മാനസികാവസ്ഥയിൽ പുരോഗതി കാണുകയും ജീവിതത്തിൽ പ്രതീക്ഷയും പുതിയ അവസരങ്ങൾ തുറന്നു വരുന്നുകയും ചെയ്യുന്നതാണ്. സമൂഹത്തിൽ അംഗീകാരം നേടുന്നതിനും നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് അഭിനന്ദനം ലഭിക്കുന്നതിനുമുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. നിദ്രയുടെ ഗുണനിലവാരം, സാമ്പത്തിക സ്ഥിതി, ഭക്ഷണക്രമം എന്നിവയിൽ മെച്ചപ്പെടൽ അനുഭവപ്പെടും. വ്യക്തി ജീവിതത്തിൽ അനുകൂലമായ സംഭവ വികാസങ്ങൾ പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുന്ന കാര്യത്തിൽ മൂല്യമേറിയ ആഭരണങ്ങൾ സ്വന്തമാക്കുവാനുള്ള സാധ്യതയും കൈവരുന്നതാണ്. എന്നാൽ സഹോദരങ്ങളുമായുള്ള ബന്ധത്തിൽ ചില വെല്ലുവിളികൾ ഉടലെടുത്തേക്കാം. വിട്ടുവീഴ്ചയ്ക്കും പരസ്പര ധാരണയ്ക്കും തയ്യാറാകാത്തത് ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴുവാൻ കാരണമായി തീരുന്നതാണ്. പ്രത്യേകിച്ച് ജൂലൈ 24-25 തീയതികളിൽ യഥാക്രമം അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ പക്കപ്പിറന്നാൾ ആയതിനാൽ വ്രതം അനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നതും വഴിപാടുകൾ സമർപ്പിക്കുന്നതും വളരെയധികം ഉത്തമമാണ്.
അടുത്തത് മീനം രാശിക്കാരാണ്. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ഈ ആഴ്ച മീനം രാശിക്കാർക്ക് പൊതുവിൽ സന്തോഷകരമായിരിക്കും. സഹോദരങ്ങളിൽ നിന്നും അനുബന്ധ കുടുംബാംഗങ്ങളിൽ നിന്നും അനുകൂലമായ പിന്തുണയും സഹകരണവും പ്രതീക്ഷിക്കാം. ഗാർഹിക അന്തരീക്ഷം സമാധാനപൂർണവും സന്തോഷപ്രദവുമായിരിക്കും. ദീർഘകാലമായി നിലനിന്നിരുന്ന സ്വത്തു തർക്കങ്ങൾക്ക് അനുകൂലമായ അവസാനം കണ്ടെത്തുവാനാകും. ആത്മവിശ്വാസത്തോടെയുള്ള പ്രവർത്തനങ്ങൾ മൊത്തത്തിൽ ഒരു ഉണർവും വിവിധ മേഖലകളിൽ വിജയം കൈവരിക്കുവാനും സഹായിക്കുന്നതാണ്. എന്നിരുന്നാലും വാരത്തിൻ്റെ ആരംഭത്തിൽ അനുഭവപ്പെടുന്ന ആരോഗ്യ പുരോഗതി ഉണർവ് ഒക്കെയും അധിക പണിയെടുത്താൽ മധ്യത്തോടെ ഉറക്കക്കുറവ്, മാനസിക വിഷമം എന്നിവയിലേക്ക് വഴിമാറിയേക്കും. ജീവിത പങ്കാളിയോടുള്ള അനാവശ്യ സംശയങ്ങൾ വൈവാഹിക ബന്ധത്തിൽ അസ്വാരസ്യങ്ങൾ സൃഷ്ടിക്കും. കൂടാതെ മക്കളുമായുള്ള ആശയവിനിമയത്തിലെ അപാകതകൾ ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴ്ത്തുവാൻ സാധ്യതയുണ്ട്. ദുസ്വപ്നങ്ങൾ, വിശപ്പില്ലായ്മ, ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ, ശാരീരിക ക്ഷീണം തുടങ്ങിയവയും ഈ സമയത്ത് അനുഭവപ്പെടുന്നതാണ്. അകാരണമായ ഭയവും ഉത്കണ്ഠയും മാനസിക അവസ്ഥയെ പ്രതികൂലമായി ബാധിച്ചേക്കാം. സാമ്പത്തിക സ്രോതസ്സുകളിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ, തൊഴിൽ മേഖലയിലെ അപ്രതീക്ഷിത തിരിച്ചടികൾ എന്നിവ ഈ കാലയളവിൽ സംഭവിക്കുന്നതാണ്. നിങ്ങളുടെ അടുത്ത ബന്ധുവിൻ്റെ വിയോഗം വൈകാരികമായി നിങ്ങളെ തളർത്തുന്ന അനുഭവമായിരിക്കും. മാനസികമായി സജ്ജരായിരിക്കുക. എന്നിരുന്നാലും വാരാന്ത്യത്തോടെ വീണ്ടും ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുകയും പുതിയ തൊഴിലവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും. ഈ പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ള മാനസിക ധൈര്യം വീണ്ടെടുക്കുകയും ഭാവിയിലേക്ക് കൂടുതൽ ശുഭാപ്തി വിശ്വാസത്തോടെ നോക്കിക്കാണുകയും ചെയ്യുക. ജൂലൈ 25, 26, 27 തീയതികളിൽ യഥാക്രമം പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാരുടെ പക്കപ്പിറന്നാളായതിനാൽ വ്രതം അനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നതും നിങ്ങളാൽ കഴിയുന്ന വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ വന്നുചേരുന്ന എല്ലാവിധ കഷ്ടതകളും മാറി വളരെയധികം ഗുണാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ ഉത്തമമായിരിക്കും. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വര നാമത്താൽ വന്നു ചേരട്ടെ.